Hello everyone, welcome to Dakshana Learnings. Dakshana Learnings in Prelims Hacker Capsule in മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു തീം UPSC പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെയധികം ക്വസ്റ്റ്യൻസ് UPSC ഈ ഒരു തീമിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. UPSCയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് തീമായിട്ട് നമുക്ക് ഈ ഒരു തീമിനെ പറയാൻ സാധിക്കും. അപ്പം ഈ ഒരു തീം എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. അപ്പം 2018 UPSC ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹി റോട്ട് ബയോഗ്രഫീസ് ഓഫ് മാസിനി, ഗാരിബാൾഡി, ശിവജി ആൻഡ് Sri Krishna stayed in America for some time and was also elected to the Central Assembly. He was ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 2020 UPSC ചോദിച്ചിട്ടുണ്ട്. The Vital Vidwanshak, the first monthly journal to have the untouchable people as its target audience, was published by ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി 2021 who among the following associated with the songs from prison, a translation of ancient Indian religious lyrics in English, ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2021 വീണ്ടും UPSC ചോദിച്ചിട്ടുണ്ട്. Who among the following was associated as secretary with the Hindu female school which later came to be known as Badoon Female School എന്ന് ചോദിച്ചിട്ടുണ്ട്. 2022 UPSC ചോദിച്ചിട്ടുണ്ട്. Consider the following freedom fighters: Barindra Kumar Ghosh, Joyce Chandra Chatterjee, Rash Bihari Bose. Who of the above was or were actively associated with the Ghadar party എന്ന് പറഞ്ഞിട്ട് UPSC എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് UPSCക്ക് ഉണ്ട്. ഈ പേഴ്സണാലിറ്റീസിനെ ബേസ് ചെയ്തിട്ട്, ഈ പേഴ്സൺസിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലെ ലീഡേഴ്സിനെ ബേസ് ചെയ്തിട്ട് UPSC നോർമലി എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ തീമിലേക്ക് പോവുകയാണ്. ഇന്നത്തെ തീം എന്താണ്? ഇമ്പോർട്ടന്റ് personalities in modern India അല്ലെങ്കിൽ important personalities during the Indian national movement. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ്, അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആർക്കിടെക്ട്സ്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറെ ആൾക്കാരെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കുറെ പേഴ്സണാലിറ്റീസിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ, ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമർ ആണ്. ദളിത് റൈറ്റ്സിന് വേണ്ടി ഇദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദു കോഡ് ബിൽ ഇദ്ദേഹമാണ് ഫ്രെയിം ചെയ്തത്. അതുപോലെ തന്നെ എന്താണ്, റിസർവ് ബാങ്കിന്റെ കൺസെപ്ച്വലൈസർ എന്ന് നമ്മൾ ആരെ പറയാറുണ്ട്, ഡോക്ടർ BR അംബേദ്കറിനെ പറയാറുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്ന ജവഹർലാൽ നെഹ്റു ആണ്, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എന്താണ്, ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റുവിന്റെയാണ്. അതുപോലെ തന്നെ ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്നതും ജവഹർലാൽ നെഹ്റുവിനെയാണ്. അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആറ് കാലഘട്ടത്തിലാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് സർദാർ വല്ലഭായ് പട്ടേൽ, ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആണ്. ഇന്റഗ്രേഷൻ ഓഫ് 562 പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ C രാജഗോപാലാചാരി, ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. ഫൗണ്ടർ ഓഫ് സ്വതന്ത്ര പാർട്ടി, തമിഴ് ട്രാൻസ്ലേഷൻ ഓഫ് രാമായൺ ഇദ്ദേഹത്തിന്റെ കമ്പൈലേഷൻ ആണ്. ഇനി മൗലാന അബുൽ കലാം ആസാദ്, ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. പ്രൊമോട്ടഡ് സെക്യുലർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി, അതുപോലെ തന്നെ IITs ഫൗണ്ടേഷൻ. ഇതൊക്കെ ആരുടെ സംഭാവനകളാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ സംഭാവനകളാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിയൻ ഐഡിയോളജിയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു ആര്? ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് VT കൃഷ്ണമാചാരി, മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. അതുപോലെ തന്നെ ഹെൽപ്ഡ് ഇന്റഗ്രേറ്റ് രാജസ്ഥാൻ. കീ പോസ്റ്റ് നോക്കുവാണെങ്കിൽ ഇൻഡിപെൻഡൻസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആരെയാണ്? ഈ ഒരു VT കൃഷ്ണമാചാര്യയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നാഷണലിസ്റ്റ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ നമുക്ക് നോക്കാം. നാഷണലിസ്റ്റ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത് ഏർലി മോഡറേറ്റ്സ് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെയാണ്, നാഷണൽ മൂവ്മെന്റിന്റെ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഏർലി മോഡറേറ്റ്സിന് അല്ലെങ്കിൽ മോഡറേറ്റ് ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. ഫോക്കസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, പെറ്റീഷൻസ് ആൻഡ് എക്കണോമിക് ക്രിട്ടിക് ഓഫ് ബ്രിട്ടീഷ് റൂൾ. നമുക്കറിയാം പ്രയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്, 3 Pകൾ, ട്രിപ്പിൾ പീസ്. അതായിരുന്നു ഇവരുടെ ഒരു എന്താ പറയുന്നത്, പ്രൊട്ടസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഈ ഒരു മോഡറേറ്റ് ലീഡേഴ്സിന് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ദാദാഭായ് നവറോജി, ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ഇദ്ദേഹമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്ത്യൻ MP ടു യുണൈറ്റഡ് കിങ്ഡം. ഇനി അടുത്തത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്, പൊളിറ്റിക്കൽ മെന്റർ ടു ഗാന്ധി, ഫൗണ്ടഡ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ഇനി മറ്റൊരാൾ ഫിറോസ് ഷാ മെഹ്തയാണ്, നോൺ ആസ് ദ ലയൺ ഓഫ് ബോംബെ, എഡിറ്റർ ഓഫ് ബോംബെ ക്രോണിക്കിൾ.
ഇനി സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഫൗണ്ടഡ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ മെർജ്ഡ് വിത്ത് ഐ.എൻ.സിയുമായിട്ട് മെർജ് ചെയ്ത ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ അത് ഫൗണ്ട് ചെയ്തത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇനി മറ്റ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അസേർട്ടീവ് നാഷണലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടമാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാലഘട്ടമായിട്ട് പറയുന്നത്. ബിലീവ്ഡ് ഇൻ ഡയറക്ട് ആക്ഷൻ, ബോയ്ക്കോട്ട്സ് ആൻഡ് സ്വദേശി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ് നമ്മൾ നോക്കുവാണെങ്കിൽ, ലീഡേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ, ബാലഗംഗാധർ തിലക്, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ലോഗൻ ആണ് എന്ത്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. അതുപോലെ തന്നെ ഗണേഷ് ഫെസ്റ്റിവലും ശിവജി ഫെസ്റ്റിവലും സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ വ്യക്തിയാണ് ആര്? ബാലഗംഗാധർ തിലക്. ഇനി മറ്റൊരു വ്യക്തിത്വമാണ് ലാലാ ലജ്പത് റായ്. പ്രൊട്ടസ്റ്റഡ് അഗേൻസ്റ്റ് സൈമൺ കമ്മീഷൻ, ഡൈഡ് ഡ്യൂ ടു ലാത്തി ചാർജ് ഇഞ്ചുറീസ്. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റിനിടയ്ക്ക് വെച്ച് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ലാത്തി ചാർജ് ചെയ്യുന്നുണ്ട്. ലാത്തി ചാർജിൽ എന്ത് ചെയ്യുന്നു ഇദ്ദേഹം? ഈ ലാത്തി ചാർജിൽ കുറെ വൂണ്ടഡ് ആയിട്ട് മാറുന്നുണ്ട്. ആ വൂണ്ടൊക്കെ കാരണമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എക്സ്ട്രീമിസ്റ്റ് ലീഡർ ആണ് ആര്? ബിപിൻ ചന്ദ്രപാൽ. ഫോക്കസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണലിസം. ഇവരെ മൂന്നുപേരെ നമ്മൾ എന്ത് പറയും? ബാൽ പാൽ എന്ന് പറയും. ഓക്കെ, ബാൽ ലാൽ പാൽ. ഇനി അരബിന്ദോ ഘോഷ് ആണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട എക്സ്ട്രീമിസ്റ്റ് ലീഡർ. അലിപ്പൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്പിരിച്വൽ നാഷണലിസമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് ലീഡർ ആണ് അരബിന്ദോ ഘോഷ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് റെവല്യൂഷണറി നാഷണലിസ്റ്റ് എന്ന് പറയുന്നത്. യൂസ്ഡ് ആംഡ് സ്ട്രഗിൾ ആൻഡ് അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക്സ്. പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഭഗത് സിംഗ്, എന്താണ് HSR, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതുപോലെ തന്നെ അസംബ്ലി ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മാർട്ടിലം നോക്കുകയാണെങ്കിൽ 1931 ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ്. കക്കോരി കോൺസ്പിറസി കേസ്, അതുപോലെ തന്നെ എന്താണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. INA ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഗാദർ ലിങ്ക്സ് ഒക്കെ ഇദ്ദേഹത്തിനുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് സൂര്യാസൻ. ചിറ്റഗോങ് ആർമറി റെയ്ഡ് 1930 ചിറ്റഗോങ് ആർമറി റെയ്ഡിലെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആണ് ആര്? സൂര്യാസൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് VD സവർക്കർ. റോഡ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു ബുക്ക് എഴുതിയതാരാണ്? VD സവർക്കർ ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താണ്? ഒരു ഹിന്ദുത്വ തിയറിസ്റ്റ് ആണ്. ഇനി മാസ് മൂവ്മെന്റ് ഐക്കൺസ് നോക്കുവാണെങ്കിൽ 1919 മുതൽ 1947 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മാസ് മൂവ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസിനെ നമ്മൾ വേർതിരിക്കുവാണെങ്കിൽ ലീഡേഴ്സ് ഓഫ് നോൺ കോഓപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ് ആൻഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് നമുക്ക് എന്താണ്? മാസ് മൂവ്മെന്റ്സിലെ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധി തന്നെയാണ്. നമ്മുടെ ഫാദർ ഓഫ് നേഷൻ എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി. ഇദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 1-2 മൂവ്മെന്റ്സ് നമുക്ക് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹ, ഖേദ സത്യാഗ്രഹ, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇതൊക്കെ ലീഡ് ചെയ്ത ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ കൊൽക്കത്ത മേയർ ആയിരുന്ന വ്യക്തിയും കൂടിയാണ് ആര്? ഈ CR ദാസ് എന്ന് പറയപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് 1928 നെഹ്റു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം സരോജിനി നായിഡു ആണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ INC പ്രസിഡന്റ് ആണ്. ലെഡ് സോൾട്ട് മാർച്ച് എന്ത് ചെയ്തു? പല സ്ഥലങ്ങളിലും ലെഡ് ചെയ്തതായിരുന്നു ഈ ഒരു സരോജിനി നായിഡു ആയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അരുണ അസഫ് അലി. ഹോയിസ്റ്റഡ് ഫ്ലാഗ് ഡ്യൂറിംഗ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് ഇന്ത്യൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ആര്? ഈ അരുണ ആസഫ് അലി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. റെഡ് ഷർട്ട് മൂവ്മെന്റ്, ഖുദായ് ഖിദ്മത്ത് ഗർസ് എന്ന് പറയും. നമ്മൾ ഫ്രണ്ടിയർ ഗാന്ധി എന്നും കൂടെ ആര് വിളിക്കാറുണ്ട്? ഈ ഒരു ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെ നമ്മൾ വിളിക്കാറുണ്ട്. ഇനി സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോമേഴ്സ് നമുക്ക് നോക്കാം. 19th and 20th സെഞ്ചുറിയിലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോമേഴ്സ്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഹിന്ദു റിഫോമേഴ്സിനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹം എന്താണ്? സതി അബോളിഷ് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മ സമാജിന്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇദ്ദേഹം ഒരു പേർഷ്യൻ അഡ്വക്കേറ്റും കൂടിയായിരുന്നു. അതുപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതി നോക്കുവാണെങ്കിൽ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ്. ബാക്ക് ടു വേദാസ് എന്നുള്ള സ്ലോഗൻ മുഴക്കിയ വ്യക്തിയാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. അതുപോലെ തന്നെ സത്യാർത്ഥ പ്രകാശം സ്ഥാപിക്കുന്നതും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദ. രാമകൃഷ്ണ മിഷനാണ് ഇദ്ദേഹം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ചിക്കാഗോ സ്പീച്ച് ഉണ്ട് 1893 വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ് വിവേകാനന്ദന്റെ ചിക്കാഗോ സ്പീച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MG റാനഡെ ഉണ്ട്, ഫൗണ്ടർ ഓഫ് പ്രാർത്ഥന സമാജ്. ഒരു ജുഡീഷ്യൽ റിഫോമർ ആയിട്ടാണ് നമ്മൾ MG റാനഡയെ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. വിഡോ റീമാരേജ് സപ്പോർട്ട് ചെയ്തിരുന്നു. ഗേൾ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ബംഗാളി പ്രോസ് ഡെവലപ്പർ ആണ് ഈ പറയുന്ന ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത്. ഇനി മുസ്ലിം റിഫോമേഴ്സിനെ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാം
പറയാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മൂവ്മെന്റ് ഇദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. അതുപോലെ തന്നെ MAO കോളേജ്, അതുപോലെ തന്നെ എന്താണ് ടു നേഷൻ തിയറി ഒറിജിൻ ആവുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു സർ സയ്യിദ് അഹമ്മദ് ഖാനിൽ നിന്നുമാണ്. അതുപോലെ തന്നെ ബദറുദ്ദീൻ തിയാബ്ജി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് മുസ്ലിം INC പ്രസിഡന്റ് ആണ്. ലീഗൽ റിഫോംസിന്റെയൊക്കെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഇനി ദളിത് ആൻഡ് കാസ്റ്റ് റിഫോംസ് നമ്മൾ നോക്കുവാണെങ്കിൽ ലീഡേഴ്സ്, പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമത്തത് ജ്യോതിബ ഫൂലെയാണ്. സത്യശോധക് സമാജ് ഇദ്ദേഹമാണ് സ്ഥാപിച്ചത്. ഗേൾ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ദളിത് ആയിട്ടുള്ള ആൾക്കാരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഓർഡർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഇത്, ഗുൽമാർഗി. ഇനി സാവിത്രിബായ് ഫൂലെ ഉണ്ട്. ജ്യോതിബ ഫൂലെയുടെ വൈഫാണ്. ഇന്ത്യാസ് ഫസ്റ്റ് വുമൺ ടീച്ചർ അല്ലെങ്കിൽ ഇന്ത്യാസ് ഫസ്റ്റ് ഫെമിനിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സാവിത്രിബായ് ഫൂലെ എന്ന് പറയുന്നത്. അടുത്തത് പെരിയാറാണ്. EV രാമസ്വാമി നായ്ക്കർ. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇദ്ദേഹമാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ റാഷണലിസം ഇൻ തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ആരാണ്? ഈ EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കറിനെയാണ് എന്തെന്ന് പറയുന്നത്? പെരിയാർ എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ദളിത് ആൻഡ് കാസ്റ്റ് റിഫോമർ ആണ് ആര്? BR അംബേദ്കർ. ആന്റി അൺടച്ചബിലിറ്റി ലോസ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പാസ്സാക്കിയിട്ടുണ്ട്. പൂന പാക്ട് ഇദ്ദേഹമാണ് സൈൻ ചെയ്തത്. അതുപോലെ തന്നെ എന്താണ് നവയാന ബുദ്ധിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫോളോവർ ആയിരുന്നു BR അംബേദ്കർ എന്ന് പറയുന്നത്. ഇനി വുമൺ റിഫോമേഴ്സിനെ നമ്മൾ നോക്കുവാണെങ്കിൽ പണ്ഡിത രമാബായ് വിഡോ റൈറ്റ്സിന് വേണ്ടി ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആര്യ മഹിളാ സമാജ് സ്ഥാപിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്ന ആനി ബസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നുണ്ട്. ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നുണ്ട്. സെൻട്രൽ ഹിന്ദു കോളേജും സ്ഥാപിക്കുന്നുണ്ട്. ഇനി മാർഗരറ്റ് കസിൻസ് ആണ്. ഹെൽപ്ഡ് ഫ്രം ഓൾ ഇന്ത്യ വുമൺസ് കോൺഫറൻസ്, അതായത് ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മാർഗരറ്റ് കസിൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി റീജിയണൽ മൂവ്മെന്റ് ലീഡേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളെടുത്ത് തമിഴ്നാട് നോക്കുവാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതിയാണ്. പാട്രിയോട്ടിക് പോയറ്റ് ആണ്. സോഷ്യൽ റിഫോമർ ആണ്. ഇനി ബംഗാൾ നോക്കുവാണെങ്കിൽ അശ്വിനി കുമാർ ദത്ത. സ്വദേശ് ബന്ധം സമിതി ഇദ്ദേഹമാണ് സ്ഥാപിക്കുന്നത്. കേരളം നോക്കുവാണെങ്കിൽ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം ഇദ്ദേഹമാണ് ലീഡ് ചെയ്യുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതും ആരാണ്? കേളപ്പനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമർ ആസമിന്റെ കണ്ടക്ട് ാണ് ഗോപിനാഥ് ബർദലോയാണ്. പ്രിവെന്റഡ് അസംസ് ഇൻക്ലൂഷൻ ഇൻ ഈസ്റ്റ് പാകിസ്ഥാൻ. അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്നുമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയാണ് ഉദ്ധം സിംഗ്. അവെഞ്ച്ഡ് ജാലിയൻ വാലാബാഗ് ബൈ കില്ലിംഗ് ഓ ഡയർ എന്നുള്ള ഒരു പോലീസ് പ്രൊഫഷണലാണ്. അദ്ദേഹത്തെ കൊന്നുകൊണ്ട് ഇദ്ദേഹം എന്തിട്ടുണ്ട്? ജാലിയൻ വാലാബാഗിന്റെ ആ ഒരു കില്ലിങ്ങിനെ അവെഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് വിനോബ ഭാവെ. ഭൂദാൻ മൂവ്മെന്റ് ഇദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ലേബർ ആൻഡ് പെസന്റ് മൂവ്മെന്റ് ലീഡേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ടത് NM ജോഷിയുണ്ട്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC ഇദ്ദേഹമാണ് സ്ഥാപിക്കുന്നത്. സോഷ്യൽ സർവീസ് ലീഗും ഇദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SA ഡാംഗെ നോക്കുവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാരാണ്? SA ഡാംഗെയാണ്. അതുപോലെ തന്നെ സ്വാമി സഹജാനന്ദ സരസ്വതി ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ T പ്രകാശം നോക്കുവാണെങ്കിൽ പെസന്റ് മൂവ്മെന്റ് ലീഡർ ആണ്. ലേറ്റർ CM ഓഫ് ആന്ധ്രാപ്രദേശിന്റെ CM-ഉമായിട്ടുണ്ട് ഇദ്ദേഹം, T പ്രകാശം. ഇനി ഇന്റർനാഷണൽ ഫിഗേഴ്സ് കണക്റ്റഡ് ടു ഇന്ത്യൻ സ്ട്രഗിൾ നോക്കുവാണെങ്കിൽ ആനി ബസന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി, ഹോം റൂൾ മൂവ്മെന്റ്, അതുപോലെ തന്നെ INC പ്രസിഡന്റ് ആയിരുന്നു 1917. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് മാഡം ഭിക്കാജി കാമ. അൺഫേൾഡ് ഫസ്റ്റ് ഇന്ത്യൻ ഫ്ലാഗ് ഇൻ ജർമ്മനി. അതുപോലെ തന്നെ പാരീസ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? മാഡം ഭിക്കാജി കാമയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ലാല ഹർദയാൽ. ഖദർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ബെർലിൻ കമ്മിറ്റിയിലും ഇദ്ദേഹം മെമ്പർ ആയിരുന്നു. ഇനി ശ്യാംജി കൃഷ്ണവർമ്മ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഹൗസ് ഇൻ ലണ്ടൻ സ്ഥാപിച്ചതാരാണ്? ശ്യാംജി കൃഷ്ണവർമ്മ. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് താരാകാന്ത് ദാസ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ഇൻ USA. ഇനി പേഴ്സണാലിറ്റീസ് ലിങ്ക്ഡ് ടു ഓർഗനൈസേഷൻസ് നോക്കുവാണെങ്കിൽ ബ്രഹ്മസമാജുമായിട്ട് ബന്ധപ്പെട്ട് രാജാറാം മോഹൻ റോയ്, കേശവ് ചന്ദ്ര സെൻ. അതുപോലെ തന്നെ ആര്യ സമാജുമായിട്ട് ബന്ധപ്പെട്ട് സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണ ഗോഖലെ. സത്യശോധക് സമാജുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിബ ഫൂലെ. ഇനി തിയോസഫിക്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസ്, റാഷ് ബിഹാരി ബോസ്. അതുപോലെ തന്നെ ഖുദായി ഖിദ്മത് കർസ് അല്ലെങ്കിൽ റെഡ് ഷർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. അതുപോലെ തന്നെ ഖദർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ലാല ഹർദയാൽ ആൻഡ് ഖത്തർ സിംഗ് സാരാഭ. ഇതുവരെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസിനെയും അവരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓർഗനൈസേഷൻസും അവരുടെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഒന്നും എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. തീം മണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ് ടു നാഷണലിസ്റ്റ്, എവല്യൂഷൻ ഓഫ് തോട്ടുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇന്റർലിങ്ക്ഡ് പേഴ്സണാലിറ്റീസ് ആയിട്ട് രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, ഗോപാലകൃഷ്ണ ഗോഖലെ, അംബേദ്കർ, ജ്യോതിബ ഫൂലെ. അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് മോഡറേറ്റ് ലിബറൽസ്. അതുപോലെ തന്നെ എന്താണ്? സ്വാമി വിവേകാനന്ദ ഇൻസ്പയർഡ് അരബിന്ദോ ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. ഗോപാലകൃഷ്ണ ഗോഖലെ മെന്റർ ഓഫ് ഗാന്ധി
കൂടിയാണ്. ഗാന്ധിയൻ മൂവ്മെന്റ്സിനൊക്കെ ചുക്കാൻ പിടിച്ചൊരു വ്യക്തിയും കൂടിയായിരുന്നു ആര്, ഈ ഒരു ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹം എന്താണ്, ഗാന്ധിജിയുടെ മെന്റർ ആയിരുന്നു. ഇനി അംബേദ്കർ ആൻഡ് ജ്യോതിബ പൂലെ നോക്കുവാണെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് നാഷണലിസം, ഇങ്ങനെയൊക്കെ ലിങ്ക് ചെയ്തിട്ട് മേ ബി UPSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി തീം 2 നമ്മൾ നോക്കുവാണെങ്കിൽ പ്രസ് ആൻഡ് പബ്ലിക്കേഷൻ മൂവ്മെന്റ്, വോയിസ് ഓഫ് നാഷണലിസം വെച്ചിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ബാലഗംഗാധർ തിലക്, കേസരി മഹരട്ടയും, അതുപോലെ തന്നെ ആനി ബസന്റിന്റെ ന്യൂ ഇന്ത്യ, ഗാന്ധിയുടെ യങ് ഇന്ത്യ ആൻഡ് ഹരിജൻ, ബിപിൻ ചന്ദ്രപാലിന്റെ ന്യൂ ഇന്ത്യ, അതുപോലെ തന്നെ ഭിക്കാജി കാമിയുടെ വന്ദേ മാതരം, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇനി തീം 3 വുമൺ ഇൻ ഫ്രീഡം സ്ട്രഗിൾ വെച്ചിട്ട് റിഫോം മൂവ്മെന്റ്സും വുമണിനെയും വെച്ച് റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇന്റർലിങ്ക്ഡ് പേഴ്സണാലിറ്റീസ് ആയിട്ട് സാവിത്രിബായി പൂലെയുടെ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് ചോദിക്കാം. പണ്ഡിത രമാബായിയുടെ വിഡോ അപ്ലിഫ്മെന്റ് ചോദിക്കാം. അതുപോലെ തന്നെ സരോജിനി നായിഡുവിന്റെ INCയും അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസും ചോദിക്കാം. അരുണ ആസഫലിയുടെ ക്വിറ്റ് ഇന്ത്യ ഹീറോ ആയിരുന്നു, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അരുണ ആസഫലിയുടെ പങ്ക് എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ആനി ബസന്റുമായി ബന്ധപ്പെട്ട് ഹോം റൂൾ, എഡ്യൂക്കേഷൻ, തിയോസഫിക്കൽ സൊസൈറ്റി, ഇതൊക്കെ മേ ബി UPSCക്ക് ചോദിക്കാം. ഇനി ഐഡിയോളജിക്കൽ റിവൽസ് വിത്തിൻ ദ സ്ട്രഗിൾ, അതായത് ഡൈവേർജന്റ് അപ്രോച്ചസ് വെച്ചിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇന്റർലിങ്ക്ഡ് പേഴ്സണാലിറ്റീസ് ആയിട്ട് ഗാന്ധി വേഴ്സസ് സുഭാഷ് ചന്ദ്രബോസ്, നോൺ വയലൻസ് വേഴ്സസ് മിലിറ്റേറിയനിസം, അതുപോലെ തന്നെ തിലക് വേഴ്സസ് ഗോഖലെ, അസേർട്ടീവ് വേഴ്സസ് മോഡറേറ്റ്. ഇനി അംബേദ്കർ വേഴ്സസ് ഗാന്ധി, പൂന പാക്ട് ആൻഡ് കാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സവർക്കർ വേഴ്സസ് നെഹ്റു, ഹിന്ദുത്വ വേഴ്സസ് സെക്യുലർ ഡെമോക്രാറ്റിക് ഔട്ട്ലുക്ക്. ആ ഒരു രീതിക്ക് വേണമെങ്കിൽ UPSCക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. ഇനി തീം 5 റവല്യൂഷണറീസ് ആൻഡ് ഗ്ലോബൽ ലിങ്കേഴ്സ് വെച്ചിട്ട് ട്രാൻസിഷണൽ ഫ്രീഡം സ്ട്രഗിളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്റർലിങ്ക്ഡ് പേഴ്സണാലിറ്റീസ് ആയിട്ട് ആരെയൊക്കെ ചോദിക്കാം, റാഷ് ബിഹാരി ബോസ് ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്, INA ഫൗണ്ടേഷൻ ആൻഡ് ആക്ഷൻ ചോദിക്കാം. അതുപോലെ തന്നെ ഭിക്കാജി കാമ ആൻഡ് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഇൻ സ്റ്റുട്ട്ഗാർട്ട്, അതുപോലെ തന്നെ ശ്യാംജി കൃഷ്ണവർമ്മ ആൻഡ് ഇന്ത്യ ഹൗസ് ലണ്ടൻ, ലാല ഹർദയാൽ ആൻഡ് ഖാദർ പാർട്ടി, അതുപോലെ തന്നെ എന്താണ് താരാകാന്ത് ദാസ് ആൻഡ് എയർലി ഇൻഡിപെൻഡൻസ് വർക്ക് ഇൻ നോർത്ത് അമേരിക്ക. ഇങ്ങനെയൊക്കെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, UPSCക്ക് ഈ ഒരു കാര്യങ്ങൾ മീൻസ് മൂവ്മെന്റ്സും അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവന്റ്സും പേഴ്സണാലിറ്റീസും ഒക്കെ ലിങ്ക് ചെയ്തിട്ട് UPSCക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കും. ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ്, മൂവ്മെന്റ്സ്, ഈവന്റ്സ്, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്, ഈ ഒരു പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഈ ഒരു മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്, ഈ ഒരു മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈവന്റ്സ് ഏതൊക്കെയാണ്, ആ ഒരു ഈവന്റ്സ് എങ്ങനെയാണ് നമ്മുടെ നാഷണലിസത്തെ സപ്പോർട്ട് ചെയ്തത്, ആ ഒരു പേഴ്സണാലിറ്റീസിനെയൊക്കെ ഇത് എങ്ങനെയാണ് ബാധിച്ചത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മുടെ ദക്ഷിണ ലേണിംഗ്സ് യൂട്യൂബ് ചാനലിലെ തീം ബേസ്ഡ് അനാലിസിസിൽ തീം നമ്പർ 22 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു ക്ലാസ് റെഫർ ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ പ്രിലിംസ് ക്യാപ്സ്യൂൾ സെഷൻ അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.